പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് ബാധിക്കുന്ന വിഷയമല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ CPM നേതാക്കൾ പങ്കെടുത്ത സംഭവത്തെയും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ഗോവിന്ദൻ സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും വിശദീകരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിയുടെ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP ആക്ഷേപം ഉന്നയിച്ചിരുന്നു. 2010-ൽ 2 BJP പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂമാഹി ഇരട്ടക്കൊല കേസ്. കൊടി സുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടെയാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടി സുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. TP കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടി സുനി. മകനെ പരോൾ ആവശ്യപ്പെട്ട് കൊടി സുനിയുടെ അമ്മ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൈബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു. കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ KK രമ MLA അടക്കമുള്ളവർ ശക്തമായി രംഗത്തെത്തിയിരുന്നു. കൊടി സുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. KK രമ ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. പോലീസിന്റെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുണ്ട്. അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടതാണ്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കെന്താ ഇപ്പോൾ ഓരോരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഓരോരാളെ ശക്തിയായിട്ട് കുറിച്ച് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ആയിക്കോട്ടെ, അതൊരു മഹാപരാധമല്ല. ഞാനിപ്പോൾ അപരാധമൊന്നും പറഞ്ഞിട്ടില്ല, മഹാപരാധമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞിട്ടില്ല. അല്ല, പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് അപരാധമൊന്നും പറയുന്നില്ല, മഹാപരാധമൊന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യമാണ്. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ഈ കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടിൽ ഗൃഹപ്രവേശനത്തിൽ അതൊക്കെ സാമാന്യ മര്യാദയല്ലേ. ഏതെങ്കിലും നാട്ടിലൊരു കുടിയിൽ കഴിക്കുമ്പോൾ ആ കുടിയിൽ കഴിക്കുമ്പോൾ അത് ഇന്നാൾ പ്രതിയാണ്, മറ്റേ ഇന്നാൾ കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റാണ്, BJP നോക്കിയാൽ പോലും അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണം. നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയും കണ്ടാൽ മതി. പാർട്ടി തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞ എത്ര ആളുകൾ കല്യാണത്തിനും അതുപോലെ തന്നെ വീട്ടുകൂടിയിലും പോകുന്നുണ്ട് ആളുകൾ. നിങ്ങൾ എന്തിൻ്റെ സൂത്രല്ലേ? നാട്ടിൽ ഏതെങ്കിലും ഒരു കുടിയിൽ നടക്കുന്നു, നാട്ടിലൊരു കല്യാണം നടക്കുന്നു, ആ കല്യാണത്തിന് പോയി, ഈ കല്യാണത്തിന് പങ്കെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. എന്താ ഞാൻ ചോദിക്കുന്ന കാര്യം? നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തനം ഇമാതിരി ജാള്യതയോടുകൂടി ഒരു മാന്യമര്യാദ കൊണ്ട്, ഒരു മാന്യത കൊണ്ട് ചോദ്യത്തിനും അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ട് ഇല്ലേ? ആ നടക്കുന്ന പരിപാടികളെല്ലാം സൗകര്യത്തിനനുസരിച്ച് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഒരു പരിപാടി പങ്കെടുത്ത് ഒരാൾ കൊലക്കേസ് പ്രതിയായിപ്പോയി, ആ പ്രതിയുടെ വീട്ടുകുടിയലിന് എല്ലാ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നല്ലേ ആ കുടിയലിന് പങ്കെടുത്തു പോയി. അത് പോയി എന്തായി മഹാപരാധം. നിങ്ങൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പോസിറ്റീവായി ചിന്തിക്കണം. ഞാനിപ്പോൾ അവിടെ പറഞ്ഞില്ല, എല്ലാം നെഗറ്റീവല്ല, എല്ലാം പോസിറ്റീവായി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് ജീവിച്ചു മുന്നോട്ട് പോകാൻ പറ്റൂ. പോരെ, പുനരധിവാസം ശക്തിയായ രീതിയിൽ നടത്തും. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനം കൃത്യമായിട്ട് എടുത്തു കഴിച്ചിട്ടുണ്ട്.